ബംഗ്ലാദേശിൽ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലെ ഭരണം മുഴുവൻ അട്ടിമറിയിലാണ്. എന്നാൽ പോലും ബംഗ്ലാദേശിൽ പുതിയ ആണവോർജ്ജം നടപ്പിലാക്കാൻ അവിടുത്തെ പുതിയ ഭരണ സംവിധാനം പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമത്തിൽ വീണ്ടും അഴിമതി ആരോപണമായി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വരികയും ചെയ്യുകയാണ്. ബംഗ്ലാദേശിലെ രൂപാപൂർ ആണവോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ മുഹമ്മദ് യൂനൂസിനെതിരെ രൂക്ഷ വിമർശനവുമായി വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് അഴിമതി വിരുദ്ധ കമ്മീഷന്റെ അഭിപ്രായങ്ങൾ രൂപാപൂർ ആണവ പദ്ധതിയെ കളങ്കപ്പെടുത്തുവാനുള്ള ശ്രമമാണെന്ന് റഷ്യയുടെ ആണവോർജ്ജ ഏജൻസിയായ റൊസറ്റാം ചൊവ്വാഴ്ച ഒരു സുപ്രധാന പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2.65 ബില്യൺ ഡോളറിന്റെ രൂപാപൂർ പദ്ധതി വളരെയധികം വിശ്വസനീയമാണെന്നും കോടതിയിൽ കേസ് വാദിക്കാൻ തയ്യാറാണെന്നും റൊസറ്റാം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിച്ചതിന് ശേഷം രൂപീകരിച്ച മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത്. റൊസറ്റാം അതിന്റെ എല്ലാ പ്രൊജക്റ്റുകളിലും തുറന്ന നയത്തിനും അഴിമതി തടയുന്നതിനും സുതാര്യമായ സംഭരണ സംവിധാനങ്ങളും നിലനിർത്തുന്നതിനുള്ള തത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. ബാഹ്യ ഓഡിറ്റുകൾ പ്രൊജക്ടറിന്റെ ബിസിനസ് പ്രക്രിയകളുടെ സുതാര്യത സ്ഥിരീകരിക്കുന്നു. റൊസറ്റാം സ്റ്റേറ്റ് കോർപ്പറേഷൻ കോടതിയിൽ അതിന്റെ താൽപ്പര്യങ്ങളും പ്രശസ്തിയും സംരക്ഷിക്കാൻ തയ്യാറാണ്, റൊസറ്റാം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യക്കെതിരെയുള്ള ശക്തമായ യുദ്ധങ്ങളാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തയ്യാറാകുന്നത്. അതിനാൽ തന്നെയും ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിനുള്ള വിവരങ്ങളും നമ്മൾ കേട്ടിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ തകർക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇന്ത്യക്ക് ഒപ്പം നിൽക്കാൻ റഷ്യയും വ്ളാഡിമിർ പുടിനുമുണ്ട്. മോദിയുമായുള്ള പുടിന്റെ സൗഹൃദമൊന്നും തകർക്കാൻ ഒരു രാജ്യങ്ങളും വിചാരിച്ചാലും സാധിക്കില്ല. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വന്ന് ഇന്ത്യയെ തകർക്കാൻ പരിശ്രമിച്ചാലും മോദി പുടിൻ സൗഹൃദബന്ധം നിലനിർത്തുന്ന അത്രയും കാലം ഇന്ത്യ നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇല്ലാതാക്കുന്നതിനോ ഒരു രാജ്യത്തിനും സാധിക്കില്ല എന്ന് ഉറപ്പാണ്. ബംഗ്ലാദേശ് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ റഷ്യ നേരിട്ട് വന്ന് ബംഗ്ലാദേശിനെ തകർക്കുമെന്നും ഉറപ്പാണ്. ബംഗ്ലാദേശ് അത്തരത്തിലുള്ള പലത് ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാം വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നുള്ളത് ബംഗ്ലാദേശ് ഇനിയും മനസ്സിലാക്കേണ്ടതാണ്.